ഇനി ഒരു തവണ കൂടി അധികാരത്തിന്റെ പുറത്തിരിക്കേണ്ടി വന്നാൽ ഉള്ള വിഷയത്തെക്കുറിച്ച് ആലോചിച്ച് UDF-കാർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട വിഭ്രാന്തി നിയമസഭയിൽ ഇപ്പോൾ കാണിക്കുകയാണ് സാർ. ഇത്ര പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് വിഭ്രാന്തി കാണിച്ചിട്ട് അത് ശരിയല്ല. ഇത് നിങ്ങൾ അവിടെ പോയി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഞാൻ ചോദ്യത്തിൽ ഉന്നയിക്കുന്നത്. എന്തായാലും സഹകരണ പ്രസ്ഥാനങ്ങളെ നെല്ലെടുപ്പുമായി ബന്ധപ്പെടുത്തി PRS-ന് പണം കൊടുക്കുന്ന തീരുമാനമെടുത്തത് നന്നായി. പക്ഷേ അതിനനുസരിച്ചുള്ള ഉത്തരവുകൾ, സർക്കാർ ഉത്തരവുകൾ ഇറങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉടൻ ഇറക്കാനുള്ള സംവിധാനമുണ്ടോ എന്ന് മാത്രമല്ല, ഇവിടെ പാക്സിനെ സാമ്പത്തികപരമായി സഹായിക്കാൻ കേരള ബാങ്കിനെയും മറ്റും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ പാക്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? പാക്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ സാർ? ഇത് നമ്മുടെ ഈ നിലവിലുള്ള സംഭരണ രീതികളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ സാർ. മാറ്റം വരുത്തുന്ന പറഞ്ഞാൽ ഈ മില്ലുകൾ എടുക്കുന്നു, അതിൻ്റെ തർക്കങ്ങളുണ്ട്. അതുകൊണ്ട് പാക്സുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പുതിയ പണ്ടുണ്ടായിരുന്ന രീതിയാണെന്ന് പറയുന്നു. അത് വളരെ എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റും. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം തൃത്താലയിൽ നിന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് തൃത്താലയിൽ നിന്ന് നെൽകൃഷിക്കാരുടെ കാര്യത്തിന് മന്ത്രി തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തു സാർ. ഞങ്ങൾ ഈ തൃത്താലയായാലും പാലക്കാടായാലും ചിറ്റൂരായാലും തൃശ്ശൂരായാലും ആലപ്പുഴയായാലും കൃഷിക്കാരുടെ കൂടെ നിൽക്കുകയാണ്. അവരുടെ കൂടെ ഫ്ലാഗ് ഓഫ് ചെയ്ത് നെല്ല് വന്നിട്ടുണ്ട് സാർ. അവിടുത്തെ കൃഷിക്കാരെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്ത് ബഹളം ഉണ്ടാക്കിയാലും കൃഷിക്കാരാണ് സാർ ഇത് മനസ്സിലാക്കുന്നത്.